ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ മൂവി റിവ്യൂ ഡേ വ്ലോഗ്. അപ്പം നമ്മളിന്ന് നമ്മുടെ സൂര്യയുടെ പടം റിലീസ് ആവുകയാണ്, അതിന് പോവാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ പടം 10 മണിക്കാണ്. ഞാൻ എഴുതിയപ്പോഴത്തേക്ക് 9:00 9:47 പുറത്താണെങ്കിൽ മഴയും പെയ്യുന്നുണ്ട്, ബ്ലോക്കുമാണ്. അവിടെ എത്താൻ 10 നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. എത്താനായിട്ട് 29 മിനിറ്റ് അരമണിക്കൂർ കാണിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നിരിക്കാൻ ഇവിടെ. ഞാനിതിൽ ഇറങ്ങട്ടെ. തുടക്കത്തിൻ്റെ 15 മിനിറ്റ് പരസ്യം ഉണ്ടായാൽ മതി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്കതിന് താമസിയാതെ നേരെ പോകാം പത്മതിയിലേക്ക്. സമയത്തെത്തുമായിരുന്നു അവിടെ. എന്തായാലും നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. തിരുതി വിളിച്ചൊരു വ്ളോഗാണ്. ഒന്നും പറഞ്ഞാൽ മനസ്സിലായില്ലെന്ന് പറയുന്നൊന്നും പറയരുത് പ്ലീസ്. ഓക്കെ, നമ്മൾ 10:09 ഇല്ല, നമ്മൾ 10:09 എത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും 10 മിനിറ്റ് എന്തായാലും മിസ് പരസ്യം കാണത്തില്ല എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്താ തിയേറ്ററിനകത്ത് കയറിയിട്ട് വരാം. ഓക്കെ ബൈ. വിശക്കണം, അതാണ് ഏറ്റവും വലിയ മറ്റൊരു കഷ്ടപ്പാട്. അങ്ങനെ പടം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ ഇതിനകത്ത് സൂര്യയുടെ ഈ വർഷം ഇറങ്ങിയ ഐ തിങ്ക് രണ്ടാമത്തെ പടം കറുപ്പനായിരുന്നു നമ്മൾ ലാസ്റ്റ് പോയി കണ്ടതിന് ശേഷം ഇപ്പം വിശ്വനാഥൻ സൺസ്, അതിനകത്ത് മമിത ബൈജു, സൂര്യ, രാധിക എന്ന് പറയുമ്പോൾ സൂര്യയുടെ അമ്മയായിട്ട് അഭിനയിച്ച ക്യാരക്ടറാണ്. ഇവർ 3 പേരാണ് ഈ പടം ലിറ്ററലി കൊണ്ടുപോകുന്നത്. എന്താ പറയുക, സൂര്യയുടെ ഇറങ്ങിയത് വെച്ചിട്ട് ഈ വർഷം ഇറങ്ങിയത് വെച്ചിട്ടുള്ള എന്താ പറയുക, ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടും എൻ്റർടൈൻമെൻ്റ് ആയിട്ടും എന്നാൽ റൊമാൻസിന് കുറച്ചൊരു ഇത് വരുന്നതും ഫാമിലിക്ക് ഒരുപാട് എന്താ പറയുക, ഫാമിലിക്കാണ് ഒരുപാട് എന്താ പറയുക ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പോകുന്നൊരു പടമാണ് വിശ്വനാഥൻ സൺസ് എന്ന് പറയുമ്പോഴത്തേക്കും. ആ പേര് പറഞ്ഞ സൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് എന്താ പറയുക, പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ചിലപ്പോൾ സ്പോയിലറായി പോകും. പക്ഷേ ഓരോ പടം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പ്യുവർ എൻ്റർടൈൻമെൻ്റ് ആണ്. കോമഡിക്ക് കോമഡി ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് കുറച്ചേ ഉള്ളൂ. പക്ഷേ അവരുടെ എൻ്റർടൈൻ ചെയ്യുന്നൊരു സംഭവം ഒരുപാടായിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഇന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത പടമാണ്. നമുക്ക് ഇമോഷൻസിന് ഭയങ്കരമായിട്ട് വാല്യൂ വരുന്നതാണ്. ആ ഇമോഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം അതിനകത്തൊരു സ്പെസിഫിക് സീനുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സീൻ അതിനകത്തുണ്ട്. അതായത് മൂവി സീൻസ് ഉണ്ട്. അപ്പം അത് പറഞ്ഞ സ്പോയിലറായി പോകുമെന്ന് ഞാൻ പറയുന്നില്ല. അത് കാരണം ആ ഒരു സീനുണ്ട്. ലിറ്ററലി ഞാൻ അങ്ങനെ എന്താ പറയുക, പടം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഇമോഷണൽ ആവാത്ത ഞാൻ ഇമോഷണലായി. സീരീസ് എൻ്റെ കണ്ണ് നിറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ഞാൻ ഇമോഷണലായി. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല, ആ ഒരു മൂവി നമ്മൾ അത്രയും കണക്റ്റായിട്ട് നമ്മൾ ആ എന്താ പറയുക, ആ ഒരു മൂവിയിൽ നിന്നിട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ പാട്ട് നമ്മളുടെ ഒരാൾ പോയ കൂട്ടൊരു ഫീലിംഗ് തരണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇമോഷൻസ് നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. അപ്പം ഇമോഷൻസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇമോഷൻ നമ്മളിലേക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് അത്രയും നന്നായിട്ട് ചെയ്ത് വെച്ചാണ്. സോ ഇമോഷൻസിനൊക്കെ പറ്റിയ പടമാണ്. ഫാമിലിയാണ് മെയിനായിട്ട് നോക്കുന്നത്. അതായത് സൂര്യയുടെ ഞാൻ ഈ അടുത്ത് വെച്ച് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് കുറച്ച് ഫാമിലിക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻസ് നൽകുന്നൊരു പടമാണ്. ഭയങ്കര ഫൺ എൻ്റർടൈൻമെൻറ്റ് പടമാണ്. എന്താ പറയുക, പിന്നെ മമിത ബൈജുവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വേറെ ആര്, മമിത ബൈജു, രാധിക, ഇവർ 2 പേരും ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു പടമാണ്. 2 പേരും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കാസ്റ്റിംഗാണ് 2 പേരും. പക്ഷേ വേറെ മമിതയുടെ ആ ഒരു ക്യാരക്ടറാണ് ഇതിന് പറ്റിയ ക്യാരക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ട് രാധികയ്ക്ക് കഥ പറഞ്ഞു ഇതിനകത്ത് അതായത് നമ്മുടെ എന്തുവായിരുന്നു മമിതയുടെ ക്യാരക്ടർ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് മമിത എന്നൊരു പുള്ളിക്കാരത്തി അപ്പം തന്നെ ഓക്കെ അടിച്ചെന്നാണ് പറഞ്ഞത്. സോ അത് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി വേറെ ആർക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ല. അത്ര നന്നായിട്ടാണ് മമിത ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്. സൂര്യ ആണെങ്കിലും ഒരു നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമോഷൻസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അഭിനയത്തിനായി നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത്രയും നേട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു പലരും എനിക്ക് തോന്നുന്നു വാരിസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. വാരിസുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ജോണറിൽ പെടുന്ന മൂവിയേ അല്ല. കുറേ പേര് തിയേറ്ററിൽ നിന്നപ്പോൾ തന്നെ കുറേ പേര് പറയുന്നത് വാരിസിൻ്റെ ഇത് പറയുന്നത്, വാരിസിൻ്റെ വേറൊരു ഭക്ഷണം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഇത് വേറൊരു ടൈപ്പാണ്. വെച്ചാൽ വാരിസ് വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പാണ്. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിച്ചിട്ടുണ്ട്. ഇമോഷൻസ് വരുന്നതായിട്ട് ഇമോഷൻസ് ആയിട്ടുണ്ട്. നമുക്ക് ഫൈറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഗൂസ് ബമ്പ് വന്നിട്ടുണ്ട്. ഇമോഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തട്ടി നിൽക്കുന്നൊരു കാര്യം ഞാൻ അടുത്തടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും നന്നായിട്ട് അത് അഫക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത്രയും നന്നായിട്ട് എനിക്ക് അഫക്റ്റ് ചെയ്ത ആ ഒരു പടം എന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അപ്പം ഭയങ്കരമായിട്ട് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നിങ്ങൾ ഞാൻ പറയട്ടെ, ഒരു സൂര്യയുടെ ഒരു 2 വർഷത്തെ കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന പടം, വർഷത്തിൽ ഒരിക്കൽ 2 പടം ചെയ്യുന്ന രീതിക്ക് ഭയങ്കര ഒരു മാസ്, അത്രയും വലിയ ഹൈപ്പ് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ സാധാ ഒരു നോർമൽ പടം കാണേണ്ട പോകുന്ന രീതിക്ക് പോയി കാണുക. എന്താ പറയുക, ഫാമിലിയായിട്ടായിരിക്കും കുറച്ചൊരു പോകാൻ പറ്റിയത്. നിങ്ങൾ ഫ്രണ്ട്സ് കപ്പിൾസൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു എന്താ പറയുക, സൂര്യയുടെ ക്യാരക്ടർ നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുന്നൊരു മാസ്മരികമായിട്ടുള്ള മാസ് മസാല, ഒരു മാസ് ക്യാരക്ടർ ഇല്ല നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു മാസ് ക്യാരക്ടർ. അതാണ് സൂര്യയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ ഒരു നമുക്ക് ഭയങ്കരമായിട്ട് കൊള്ളാം, ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അദ്ദേഹം എന്നുള്ള ക്യാരക്ടറാണ് സൂര്യ കൊണ്ടുപോകുന്നത്. ഓവറോൾ മൊത്തത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ ഈ 3 കാസ്റ്റിങ്ങും ഇല്ലാണ്ട് ഈ പടം മുന്നോട്ട് പോകത്തില്ല. ഫാമിലി ഒരു
ഒരു ബോണ്ടിങ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അമ്മയും മോനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു അച്ഛനും മോനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ലവിനൊക്കെ തന്നെ ചെറിയൊരു ഇത് വരുന്നുണ്ട്. ആ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. എനിക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റില്ല, ജസ്റ്റ് സ്പോയിലറായി പോകും. നിങ്ങളെ ഫ്രഷ്നസോട്ട് കഥ കണ്ടാലും നിങ്ങൾക്ക് കഥ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ പലരും ഇപ്പോൾ പിന്നെ സ്പോയിലർ ഇറക്കി കാണുക എന്താണെന്നൊക്കെ. പക്ഷേ എനിക്ക് സ്പോയിലർ ഇറക്കാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് ഉറപ്പാണ്, നിങ്ങൾ തിയേറ്ററിൽ കണ്ടത് നിങ്ങൾക്ക് വെറുത്തെന്ന് എൻ്റെ ഇതിൽ പറയുന്നത്. എന്നാൽ കുറച്ച് സീൻസൊക്കെ ഭയങ്കര ഇമോഷൻസിന് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇമോഷൻ ഇതാക്കി വെച്ചുകൊണ്ട്, അതായത് വേണ്ടായിരുന്നു എന്നൊരു തോന്നുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു കാസ്റ്റിൻ്റെ പ്രശ്നമാണ്. വേറൊരു നായികയല്ല, ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ഇതിനകത്ത് വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തിലൊരു അതങ്ങോട്ടൊരു അഫക്റ്റബിൾ ആയില്ല. സംസാരം നമുക്കൊരു ഫീൽ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ബാക്കിയുള്ള സംസാരങ്ങൾക്ക് തന്നെ ഫീൽ കിട്ടി ഓരോ സംസാരം കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതങ്ങനെ ഒരു ഫീല് കാര്യങ്ങൾ കിട്ടുന്നില്ലായിരുന്നു. എൻ്റെ കാര്യം കളിക്കുന്നത് ഓക്കെ. ഞാൻ പറയാം, അതും ഉണ്ടായിരുന്നു. വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് ഓക്കെ. രണ്ടാമത്തെ പെൺകുട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല, ഓക്കെ, അതിന് ആപ്റ്റായിട്ടുള്ളതാണ്. പക്ഷേ ആ ഒരാളുള്ളതാണ് എനിക്കൊരു നെഗറ്റീവ് വന്നത്. അത് അത്രക്കൊരു ഇത് കിട്ടിയില്ല. സാധനം കിട്ടിയില്ല, അത്ര തന്നെ. പിന്നെ പടത്തിൻ്റെ ഓരോ സോങ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഫൈറ്റുണ്ട്, കുറച്ച് കുഞ്ഞു ഫൈറ്റുകൾ, എന്നാൽ വലിയ ഹൈപ്പൊരു ഫൈറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകേണ്ട. കുഞ്ഞു ഫൈറ്റുകളാണുള്ളത്. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു സീൻസിലൊക്കെയുള്ള ഫൈറ്റുകളൊക്കെയാണ്. പിന്നെ സൂര്യയുടെ ഓവറോൾ ചെറിയ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മലയാളത്തിൽ നിന്ന് വേറൊരു ക്യാമിയോ റോളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു സീനിൽ വന്ന് നമ്മൾ വേറൊരു നടിയെന്ന് മലയാളത്തിൽ നിന്ന്. അപ്പോൾ മലയാളത്തിൽ നിന്ന് മൊത്തം 2 ക്യാരക്ടേഴ്സ് നായികമാർ നമുക്ക് അതിനകത്തുണ്ട്. രണ്ടുപേരും കൊള്ളാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇപ്പോഴും പറയാനുള്ള മമിതയുടെയും രാധികയുടെയും ക്യാരക്ടറാണ്. കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. അവർ തമ്മിലുള്ള ആ കെമിസ്ട്രിയാണ് ആ പടത്തിൻ്റെ മെയിൻ സംഭവം. അത് തന്നെ കാണാൻ വേണ്ടി മാത്രമുണ്ട്. മറ്റൊരു സാധനം സീരിയസ്ലി അവർ ആ പടത്തിനകത്ത് അഭിനയിക്കാമെന്നേ നമുക്ക് തോന്നില്ല. അത് സിനിമയാണെന്നേ തോന്നില്ല. ഒരു റിയൽ ലൈഫ് സംഭവം നമ്മൾ നേരിട്ട് കാണുന്നൊരു ഭയങ്കര ഫീലാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇമോഷൻ സീൻ വന്നപ്പോൾ നമ്മളുടെ കണ്ണ് നിറഞ്ഞ് നമുക്ക് ഭയങ്കര വിഷമം വന്നതും കാര്യങ്ങളും വന്നതും. സോ നിങ്ങൾക്കും എന്താ പറയുക, തിയേറ്ററിൽ പോയി കാണാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണിത്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, ഒരു അച്ഛൻ മകൻ ബോണ്ടിങ് അതിൻ്റെയൊക്കെ പറഞ്ഞുള്ള സംഭവം. ഒരു ഫീൽ ഗുഡ് പടമാണ്. നിങ്ങൾക്ക് ഫീൽ ഗുഡ് പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം, ഇഷ്ടത്തിലൊക്കെ കാണണ്ട. അതെന്ന് വെച്ചാൽ നിങ്ങൾ സൂര്യയുടെ പടമാണ് വലിയ ഓവർ ഹൈപ്പെന്ന് വെച്ച് പോകാണ്ടിരുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഫീൽ ഗുഡ് പടം കണ്ട് ചിരിച്ച് സന്തോഷിച്ച് തിരിച്ചു വരാൻ പറ്റിയ പടമാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇപ്പം കുറേ സ്പോയിലൊക്കെ ഇറങ്ങുമായിരിക്കും. നിങ്ങൾ ബാക്കിയുള്ളവർ പറഞ്ഞ് കേൾക്കാൻ നിൽക്കാൻ, നിങ്ങൾക്ക് ഫീൽ ഗുഡ് മൂവി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ഫീൽ ഗുഡ് മൂവി, സൂര്യയുടെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണേണ്ട പടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു 8.9 ആണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. 8.9 സ്റ്റാർ കൊടുക്കും. പക്ഷേ അത്രയും ഉണ്ട്. പിന്നെ 2 സ്റ്റാർ മറ്റേ ഇതിൻ്റെ വെച്ച് ഞാൻ പറയാം, ആ ക്യാരക്ടേഴ്സിലേക്ക് വെച്ച് പോയാണ്. സോ നമ്മൾ കാണുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയുക. ഇല്ലെന്നുണ്ടെങ്കിൽ കാണാത്തവരാണെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ റിവ്യൂ വീഡിയോ. അപ്പം ഇനി അടുത്ത വീഡിയോ വീണ്ടും സന്ധിപ്പിക്കും. വണക്കം.